അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫ്രെയിമിൽ തന്നെ ടാറ്റയുടെ തന്നെ 2 വണ്ടികളാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം ടിയാഗോ എടുത്ത് അതിൽ നിന്നുള്ള ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ജേർണിയിൽ നിന്നും അടുത്ത പഞ്ചിലേക്ക് വന്ന്. അപ്പം നമുക്ക് എൻ്റെ ഓണറെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സാറേ. താങ്ക് യു വിപിൻ. അപ്പം എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഒരു ഇവിയിലോട്ടുള്ള ഒരു വരവ്? എനിക്ക് പൊതുവേ ഈ സാങ്കേതിക വിദ്യയിൽ കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതുള്ള നെക്സൺ EV ഒക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ടു. പിന്നെ NVIDIA കാലത്ത് ഒരുപാട് വണ്ടികൾ നെക്സണുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൺവെൻഷനലായിട്ട് ഞാനൊരു SUV-ലോട്ട് വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു, കാറിൻ്റെ ആളായിരുന്നു. ഓക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് ടിഗോറിൻ്റെ EV വന്നു. ടിഗോറിൻ്റെ EV വന്നപ്പോൾ 2022 ഞാനത് കോൺടാക്ട് ചെയ്തിട്ട് MK മോട്ടോഴ്സിൽ നിന്ന് അവർ വണ്ടി കൊണ്ടുവന്നു, ഡ്രൈവ് ചെയ്തു. പക്ഷേ എനിക്ക് എന്തോ ടിഗോർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പോട്ടെ, ഇനി നെക്സോൺ തന്നെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇവിടെ ഇല്ല സാറേ, ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. ഇത് ഞാൻ ഈ കാര്യം വൈഫിനോട് പറഞ്ഞപ്പോഴോ വൈഫിന് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം വൈഫ് ഈ PWDയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവർ ഈ മീറ്റിങ്ങിനൊക്കെ MBD എന്നുള്ള സ്റ്റാഫൊക്കെ പലപ്പോഴും അവർക്ക് എല്ലാ മാസത്തിലും താലൂക്ക് സമിതി മീറ്റിംഗ് ഉണ്ട്, പിന്നെ ജില്ലാ സമിതിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ MBDക്കാർ വണ്ടിയെപ്പറ്റി കംപ്ലയിൻറ്റ് പറയുന്നതൊക്കെ പുള്ളിക്കാരി കേട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2022 പിന്നെ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെ 2023 പിന്നെ ഈ നമ്മുടെ ഇത് ടിയാഗോ ഇറങ്ങി. അത് മാത്രമല്ല വലിയ വിലയും ഇല്ല, പിന്നെ ഒരു താല്പര്യമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് അറിയാതെയാണ് ഞാൻ ആദ്യത്തെ EV അഡ്വാൻസ് കൊടുത്തതിന് ശേഷമാണ് പുള്ളിക്കാരി അറിയുന്നത്. അപ്പോൾ അത് ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല. അതിനിടയിൽ എൻ്റെ വേറൊരു കൂട്ടുകാരനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു, വൈഫ് അല്ല നമ്മുടെ EVയുടെ കാര്യം എന്തായി? സർപ്രൈസ് പൊട്ടി. അതെ. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് അപ്പോഴാണ് വൈഫ് അറിയുന്നത്. പിന്നെ ടിയാഗോ വാങ്ങിച്ചു. അത് അന്ന് ഞാൻ ഇതിൻ്റെ ഈ ഒരു വേരിയൻ്റ് അല്ല, ഇതിലും താഴ്ന്ന വേരിയൻ്റ് എടുക്കാനായിട്ടാണ് ഇരുന്നത്. അതായത് LR, ടിയാഗോയുടെ LRൻ്റെ ആദ്യത്തെ വേരിയൻ്റ്. അപ്പോഴാണ് നമുക്കറിയാമല്ലോ ഈ സെയിൽസ് പേഴ്സൺസ്, സാറേ ഈ ഇതിൻ്റെ തൊട്ട് മുകളിലെ വേരിയൻ്റ് ആണെങ്കിൽ വൈറ്റ് ഇപ്പം നമുക്കുണ്ട്, ട്രാൻസിറ്റിലുണ്ട്, മറ്റേത് പിന്നെ പോട്ടെ എടുത്തതാണ്. പിന്നെ വൈഫിന് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ മറ്റ് യാത്രകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു മാസം ഒരു 12,000-13,000 രൂപയോളം പെട്രോൾ ബില്ല് വരുമായിരുന്നു. മറ്റ് യാത്രകളുണ്ടെങ്കിൽ വേറെ. കാരണം എനിക്കൊരു 7,000 to 8,000 റുപ്പീസ് കുട്ടിക്കാനം എൻ്റെ വണ്ടിക്ക് വരും, വൈഫിൻ്റെ വണ്ടിക്കും. പിന്നെ ഞാൻ ചെറിയ യാത്രകൾക്കൊക്കെ വൈഫിൻ്റെ വണ്ടിയൊക്കെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തെങ്കിലും യാത്രകളുണ്ടെങ്കിൽ അതിന് മുകളിൽ വരും. ഇപ്പോൾ ഒരു ശരാശരി ഒരു 15,000 രൂപയോളം പെട്രോളും വരുമായിരുന്നു. പഞ്ചെടുത്തപ്പോൾ ഞാൻ വൈഫിന് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. കാരണം കൂടുതൽ വൈഫിന് എന്തുവാ ഈ പഞ്ചിൻ്റെ ഒരു ഗുണമോ ദോഷമോ, ഇത് ചെറിയ വണ്ടിയാണെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വലിയ വണ്ടിയുടെ ഫീലാണ്. അതെ, അതുകൊണ്ട് ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീലിംഗ് ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് അതിനുശേഷം ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് മതി. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളത്, കുട്ടിക്കാനം റോഡ് അറിയാമല്ലോ, ഒരു ബസ്സോ അല്ലെങ്കിൽ ഒരു ട്രക്കോ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ EV വന്നതിന് ശേഷം എനിക്ക് ഒരു പ്രശ്നവുമില്ല. പണ്ടൊക്കെ ഞാൻ ഈ ശബരിമല സീസണിൽ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുമായിരുന്നു. EV അതിന് ശേഷം ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് ഓവർടേക്കിംഗ് ഇൻസ്റ്റന്റ് ടോർക്ക് ആയതുകൊണ്ട് അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ടയറിന്റെ ലൈഫൊക്കെ എങ്ങനെ? ടയറിന്റെ ലൈഫ്, ഇതിന്റെ ടയറിന് ഞാൻ മാറ്റിയത് ആക്ച്വലി 45,000 വേണമെങ്കിൽ ഒരു 10,000 to 15,000 കിട്ടുമായിരുന്നു. ഞാൻ അതുകൊണ്ട് വൈഫ് ഓടിക്കുന്നത് മാത്രമല്ല, എനിക്ക് ഈ ടയർ ഇങ്ങനെ കുറച്ച് തേഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഈ പാറ്റേൺ നോക്കി മാറാകുന്ന സമയത്ത് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലും പറഞ്ഞു മാറ്റാറായിട്ടില്ല. ഞാൻ നേരത്തെ മാറ്റി. അതെപ്പോഴും ഞാൻ അങ്ങനെയാണ്. നമ്മുടെ സുരക്ഷയാണ്. ഇപ്പൊ ഇത് 42,000 ആയി. ഞാൻ ഇനി ഒരു 50,000 ഉറപ്പായിട്ട് മാറ്റും. 50,000 ഉറപ്പായിട്ട് മാറ്റും. ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മാത്രമല്ല, നമ്മൾ ഇവിടെ ടയർ ഇൻഡിക്കേറ്റർ ഉണ്ട് സാറേ. ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടല്ലേ, അങ്ങനെ മാറുവാണെങ്കിൽ ഇത് പാരലായിട്ട് വന്നതിന് ശേഷം
ഉം, അതൊരു ഉം. പൊടിക്കൂടൊക്കെ ഒന്ന് ഇത് ആവുമ്പോഴത്തേക്ക് ആ അത് ചേഞ്ച് ചെയ്താൽ മതി. ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഐസി എഞ്ചിനും ഇതും കൂടെ വന്നതിന് ശേഷമുള്ള ഫ്യൂവലിന്റെ നമുക്ക് അത് എന്തൊക്കെയോ ഒന്ന് കംഫർട്ട് അതെ ഒബ്വിയസ്ലി എന്നെ സംബന്ധിച്ച് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവ് അങ്ങോട്ടുള്ളത് വളരെ പ്ലഷറബിൾ ഇതാണ്. എന്തായാലും ഐ സിയിലോട്ട് ഇനി തിരിച്ചു പോക്കുണ്ടാവും തോന്നുന്നില്ല. ഔട്ട്സൈഡ് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ അല്ല, റെഗുലർ യൂസ് അല്ലാതെ അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് ഇപ്പം ഞാൻ അങ്ങനെ വരുമ്പോഴത്തേക്കല്ലേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പം ഡെയിലി ഇപ്പൊ സാറ് ഇപ്പം ഇല്ല. കോളേജിൽ പോയിട്ട് ഇല്ല ഇല്ല അതിന്റെ ആവശ്യം വരാറില്ല. വൈഫ് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇല്ല 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 വേണ്ടി വരുന്നുണ്ട്. ഇല്ല ഇല്ല നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും പെട്ടെന്ന് യാത്ര വന്നു കഴിഞ്ഞാൽ ആവശ്യം വരാറുള്ളൂ. നമ്മൾ പ്ലാൻ അങ്ങനെ വരുമ്പോഴത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ ഒരു. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിപ്പം എത്ര പ്ലഗ് പോയിന്റ് ഇതായിട്ട് വെച്ച് ആക്ച്വലി എനിക്കിപ്പോൾ ഞാനൊരു ഈ പഞ്ച് എടുത്തപ്പോൾ ഞാനൊരു 7.2 ചാർജോട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നോർമലി അത് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് സ്ലോ ചാർജ് തന്നെയല്ലേ കൂടുതൽ യൂസ് ചെയ്യുന്നത്? അതെ അതെ അതായത് 7.2 ആണ് യൂസ് ചെയ്യുന്നത്. കാരണം വേറെ ഒരു മെച്ചമുണ്ട്. ഇപ്പോൾ നമ്മളൊരു 10-15 മണി കഴിഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാലും 7.2 പെട്ടെന്ന് ചാർജ് ആവുമല്ലോ. അതും സ്ലോ ചാർജിങ് തന്നെയാണ്. AC ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ 3.2 യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അപൂർവമായിട്ട് 2 വണ്ടി ഒരുമിച്ച് ചാർജ് ചെയ്യേണ്ടി വേണമെങ്കിലാണ് 3.3യുടെ കണക്ട് ചെയ്യാറുള്ളത്. ഓക്കെ. പിന്നെ ഞാൻ ഇത് രണ്ടും ടാറ്റയുടെ വണ്ടി തന്നെയാണ്. പൊതുവേ ഞാൻ പല റിവ്യൂസ് കണ്ടിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരോട് സംസാരിച്ചപ്പോഴത്തേക്കും പലതും ടാറ്റയുടെ സർവീസിനെ ഇഷ്ടംപോലെ കുറ്റം പറഞ്ഞിട്ടുള്ള കുറേ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ സാറ് ടാറ്റയുടെ ഒരു വണ്ടി തന്നെ ഉപയോഗിച്ച് അതിനുശേഷം വീണ്ടും ടാറ്റയുടെ തന്നെ എടുത്ത് ഈ വണ്ടി എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വിളിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കൂട്ടുകാരൻ്റെ അനിയന് ടിയാഗോ എടുക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു, അയ്യോ സാറേ ഇനി ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നിപ്പോൺ ടൊയോട്ടയുടെ ഉണ്ടല്ലോ, അവരിപ്പോൾ ഇൻഫ്ലുവൻസ് ഗ്രൂപ്പ് അവരിപ്പോൾ സർവീസിലോട്ട് വരുന്നുണ്ട്. അവരവിടെ കാഞ്ഞിരപ്പള്ളിയിൽ വർക്ക്ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് സർവീസിനെ പറ്റി ഒന്നും പേടിക്കണ്ട. അപ്പോൾ ആ ഒരു ഫാക്ടറും കൂടെ ഉണ്ട് ഞാൻ ഈ ടിയാഗോ എടുക്കാനായിട്ട്. മറ്റേത് ഓരോ പ്രാവശ്യം പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിക്കുമല്ലോ, ആ ഒരു നെഞ്ചിടിപ്പില്ലേ ഇപ്പം. EV എടുത്തതിന് ശേഷം ഐസ് എഞ്ചിനെ കമ്പാരിറ്റീവ്ലി നോക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ? അതെ അതെ അതായത് ഇപ്പോൾ എൻ്റെ ഈ വണ്ടി ഈ 62,000 ആയ വണ്ടിയുടെ ബാറ്ററി, ഹൈ വോൾട്ടേജ് ബാറ്ററി നമ്മളൊരു 36,000 ആയപ്പോൾ മാറ്റിയതായിരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വണ്ടി 100% നമ്മൾ വണ്ടി ഓടിച്ച് ഒരു 25% ബാറ്ററി ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ സ്പോർട്സ് മോഡൊന്നും വർക്ക് ചെയ്യില്ല, പെർഫോമൻസ് കുറച്ചൊന്നും ചെയ്യും. അതിനുശേഷം 10% ബാറ്ററി ആകുമ്പോൾ ലിം മോഡ് എന്ന് പറയുന്ന നമ്മുടെ മിനിമം വളരെ കുറച്ചും എസെൻഷ്യൽ ഫങ്ഷൻസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു പെർഫോമൻസ് മോഡിലോട്ട് മാറും. സ്പീഡ് കുറയും. പിന്നെ നമുക്ക് അപ്പം തന്നെ റീചാർജ് എന്നുള്ള മെസ്സേജും വരും. അപ്പോൾ അത് 10%-ലാണ് വരേണ്ടത്. പക്ഷേ പല വണ്ടികൾക്കും ബാറ്ററി കമ്പനിയുള്ള വണ്ടികൾക്ക് ഈ 10 എന്നുള്ളത് കൂടി 15, 20, 30 അങ്ങനെയുള്ള ഈ ലിം മോഡ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നേരത്തെ അറിവുണ്ടായതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഒരു 20%-ലോട്ട് താഴ്ത്തുമ്പോൾ വീടിനടുത്തൊക്കെ നമ്മൾ താഴ്ത്തി നോക്കാറുള്ളൂ. അത് നമ്മളോട് പറയാറുണ്ട്, നമ്മുടെ ഇവോ ഗ്രൂപ്പിൽ നിന്ന് പ്രത്യേകിച്ചും നമ്മൾ വല്ലപ്പോഴൊക്കെ വണ്ടി ഇങ്ങനെ ഒരു 10-ലോട്ട് താഴ്ത്തി കൊണ്ടുവരണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം നോക്കിക്കഴിയുമ്പോൾ 12% ലിം മോഡ് വന്നു. ഓക്കെ, ഞാനത് എൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്തു, വീഡിയോ റെക്കോർഡ് ചെയ്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ അത് കൂടി 14 പിന്നെ അവർ അറിയിച്ചു. പിന്നെ അതങ്ങനെ മാറി ഒരു 20% ആയപ്പോൾ അവർ തന്നെ വന്നു, എൻ്റെ കൂടെ ഇരുന്ന് ഓടിച്ചു, എന്തൊക്കെയോ റീഡിങ്സൊക്കെ എടുത്തു, എന്നിട്ട് ടാറ്റയിലോട്ട് അയച്ചു. എന്നിട്ട് കഴിഞ്ഞ 25 ഏപ്രിൽ മാസത്തിൽ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഈ ടാറ്റയുടെ പ്രത്യേകിച്ച് പഴയ മോഡൽ വണ്ടികൾക്ക് എല്ലാവരും പറയുന്നതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം സഡൻ ഡ്രോപ്പ് ബാറ്ററി. അതായത് വളരെ ഇപ്പോൾ 40% ഒക്കെ ആണെങ്കിൽ ബാറ്ററിയിൽ പിന്നെ അത്രയും സമയം 1 കിലോമീറ്റർ ഒരു യൂണിറ്റിന് 1%-ന് 3 കിലോമീറ്റർ പോയിരുന്ന വണ്ടി പിന്നെ ചിലപ്പോൾ 1%-ന് 1 കിലോമീറ്ററൊക്കെ പോകുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ എൻ്റെ വണ്ടിയിലും ഞാനൊരു കഴിഞ്ഞ ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേനും അങ്ങനെ നോട്ട് ചെയ്തു, ഒരു 25%-ന് ശേഷം സഡൻ ഡ്രോപ്പ്. അതായത് 25%-ന് ശേഷം നമ്മൾ 10 വരെ കൊണ്ടുപോകുന്നത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഒരു 2.25 കിലോമീറ്ററൊക്കെ 1%-ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ 25-ന് 10 എത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ 12-13 കിലോമീറ്ററേ പോവുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തു, വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു. അന്ന് പിന്നെ ഒരു വണ്ടി ഒന്ന് കൊണ്ടുപോയിട്ട് 1-2 പ്രാവശ്യം അവരൊന്ന് ഓടിച്ചു നോക്കി, വണ്ടി അവിടെ ഇടുകയും ചെയ്തു. പിന്നീട് ഞാൻ അത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ടാറ്റ എന്ന് പറഞ്ഞു, ഇതിൻ്റെ ഈ ഇൻസുലേഷൻ HV കേബിളിൻ്റെ ഇൻസുലേഷൻ മോശമാണ്, അതുകൊണ്ട് അതൊന്നും മാറ്റാമെന്നും പറഞ്ഞ് 2 മാസം മുമ്പ് അവരത് മാറ്റി. പിന്നെ പറഞ്ഞു വാറണ്ടിയിലായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല.
എന്നിട്ട് ഒരു 4 പ്രാവശ്യം നമ്മൾ സ്ലോ ചാർജ് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് ഓടിച്ച് വെറും വ്യത്യാസം വരാൻ സാധ്യതയൊന്നുമില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അത് 25 എന്നുള്ളത് 30 മാറിയെന്ന്. കാരണം 30% മുതൽ ഇപ്പം ഇതുകൊണ്ട് നമ്മൾ ആ ഒരു ശതമാനത്തിലോട്ട് നമ്മൾ കൊണ്ടുവരാറില്ല പൊതുവെ. ഇങ്ങനെ ഓക്കെ. പ്രശ്നമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട്. ഇപ്പം ഞാൻ ഈ ഓണം വെക്കേഷൻ ആകുമ്പോൾ ഈ വണ്ടി കൊടുക്കാനായിട്ടിരിക്കുക. അടുത്ത ശനിയാഴ്ച ഇന്നിപ്പോൾ 15th അല്ല 21st എല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. പിന്നെ നമുക്ക് 10 ദിവസം പിന്നെ അടുത്ത രണ്ടാമത്തെ ബാറ്ററി ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു ആപ്പ് കണക്ട് ചെയ്തിട്ട് ആദ്യം അവരൊന്ന് ബാറ്ററി താഴ്ത്തി കൊണ്ടുവരും 30% താഴെ. എന്നിട്ട് ഇത് അവർ ടാക്കോട്ട് റിപ്പോർട്ട് ചെയ്യും. പിന്നെ ടാക്കോടെ ടീം വരും. എന്നിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് റെക്കമെൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. എൻ്റെ ഒന്നും കാര്യമില്ല, ഇത്രയും ഒരു 3-4 മാസമായിട്ട് അവർക്കറിയാവുന്ന കേസാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം 62.5 കിലോമീറ്റർ ആയുള്ളൂ. 62,500 ഒക്കെ ആയിട്ടുള്ളൂ. ഒന്ന് ബാറ്ററി മാറി ഇപ്പൊ രണ്ടാമത്തെ ശരിക്കും കുറച്ച് മാസം മുമ്പേ മാറേണ്ടതായിരുന്നു. പിന്നെ നമുക്ക് വണ്ടി കാരണം ബാറ്ററി മാറാൻ ഓക്കെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വണ്ടി ഒരു തിങ്കളാഴ്ച കൊടുത്തിട്ട് വ്യാഴാഴ്ച ബാറ്ററി മാറ്റി കിട്ടിയായിരുന്നു. പക്ഷെ അന്നാലും നമുക്ക് 2 ദിവസം വണ്ടി ഒരെണ്ണം മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായും. ഇത് ആ ഒരു കൺസേൺ ഉണ്ടോ? ഇതിപ്പോ വാറണ്ടി ഇത് കഴിഞ്ഞതിന് ശേഷം അതെ അങ്ങനെ ഒരു പ്രശ്നമാണ് ശരിക്കും. അങ്ങനെ ഒരു AMC ഒക്കെ വേണ്ടതാണ്. നമ്മൾ ഈ എക്സ്റ്റൻഡ് വാറണ്ടി ഇപ്പം 5 വർഷത്തേക്കുള്ള വാറണ്ടി നമുക്കുള്ളൂ. 3 വർഷം അവരുടെ ബേസിക് വാറണ്ടിയും പിന്നെ 2 വർഷമാണ് TIക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളൂ. അപ്പം എനിക്കതിപ്പോൾ 28 തീരും. പിന്നെയൊക്കെ ഇഷ്യൂ വന്നു. പിന്നെ മറ്റുള്ള യൂണിറ്റ്സ് ഒക്കെ പല സ്ഥലങ്ങളിലും തുടങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നു ഈ ബാറ്ററി റിപ്പയർ ചെയ്യാൻ. പക്ഷെ എന്നിരുന്നാലും ഈ സോഫ്റ്റ്വെയർ ബൗണ്ട് ആയതുകൊണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ടാറ്റയുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഇരിക്കുന്നു BMS ഒക്കെ. അല്ലെങ്കിൽ പുതിയ BMS ഒക്കെ അവർ തന്നെ ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. റേഞ്ചിന്റെ ഡീറ്റെയിലും കൂടെ ഒന്ന് പറയാം, 2 വണ്ടിയുടെ. അതെ ഇതിന് നമുക്കറിയാമല്ലോ. ഇപ്പം ഞാൻ ഈ വണ്ടിയിൽ എനിക്ക് പരമാവധി കിട്ടിയിരിക്കുന്ന റേഞ്ച്, ഞാനൊരിക്കൽ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പോയി. അത് ഞാൻ പൊൻകുന്നം വഴി ഇങ്ങനെ വളഞ്ഞു വഴി പോയിട്ട് ലുലു മോളിൽ എനിക്ക് തോന്നുന്നു അപ്പം 166 കിലോമീറ്റർ ഓടിയിരുന്നു ഇവിടുന്ന് 100% ചാർജ്. ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു, വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. 166 കിലോമീറ്റർ ഓടിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് 33% ബാറ്ററി ബാലൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു വണ്ടിയുടെ കേസിൽ. ഞാനിപ്പോൾ കൂടുതൽ എടുക്കുന്ന ഇതായതുകൊണ്ട് ഈ പഞ്ചിന് എനിക്കറിയാം ഒരു 250 നമ്മൾ മാന്യമായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 250 കിലോമീറ്റേഴ്സ് പോകും വിത്ത് ഒരു 20 to 25% ബാറ്ററി ബാലൻസോട് കൂടിയിട്ട്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയ യാത്രയിൽ പറയുകയാണെങ്കിൽ ഞാനത് കോഴിക്കോട് വഴിയാണ് പോയത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 100% പോയിട്ട് പുതുപ്പോൾ ഞാൻ ഒരു 20% ഞാൻ ചാർജ് ചെയ്തു ബാറ്ററി. അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ എനിക്ക് 46% ബാറ്ററി ബാലൻസ് ഉണ്ടായിരുന്നു. അതായത് 301 കിലോമീറ്റർ ഞാൻ ഓടി. ഞാൻ വളഞ്ഞ വഴിക്കൊക്കെയാണ് പോയത്. അപ്പോൾ ഈ 75% ബാറ്ററിയിൽ ഞാൻ 301 കിലോമീറ്റർ ഓടി ഈ വണ്ടിയിൽ. നല്ലൊരു വലിയ, അതായത് ഇപ്പോൾ നമ്മൾ AC പറഞ്ഞു കഴിഞ്ഞാൽ 75 താഴെ വന്നുള്ളൂ AC ആവറേജ് എനർജി കൺസംഷൻ. അപ്പം താങ്കളുടെ ഇത്ര നേരം വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ വളരെ നന്ദി. അപ്പം വീണ്ടും കാണാം.